പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. പുറപ്പാട് പുസ്തകം 23 അധ്യായം അതിന്റെ 20 വാക്യം. ഇതാ വഴിയിൽ നിന്നെ കാക്കേണ്ടതിനും ഞാൻ നിയമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകേണ്ടതിനും ഞാൻ ഒരു ദൂതനെ നിന്റെ മുമ്പിൽ അയക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്തും വളരെ സുപരിചിതമായതും അനവധി തവണ നാം കേട്ട് അനുഗ്രഹം പ്രാപിച്ചിട്ടുള്ള വചനമാണ് നാം വായിച്ചു കേട്ട വചനം. ഇവിടെ ഇസ്രായേലിന് മുമ്പേ നടക്കുന്ന ദൂതനെ കുറിച്ചാണ് പറയുന്നത്. ദൂതൻ ദൈവത്തിന്റെ സന്ദേശവാഹകനാണെന്ന് പഴയ നിയമത്തിൽ അല്ലയോ പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഇസ്രായേലിന്റെ സംരക്ഷകനായും യഹോവയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നവനായും യഹോവയ്ക്ക് പകരം ന്യായവിധി നടത്തുന്നവനായിട്ടും ദൂതൻ നമുക്ക് കാണാൻ കഴിയും. ഇസ്രായേലിന്റെ പരിപാലകനായി മുമ്പേ നടക്കുന്ന ദൂതൻ ഇവിടെ ഒരുപക്ഷെ ദൈവത്തിന് പകരമായിരിക്കാം എന്നും ചില വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ ഒക്കെ മനസ്സിലാക്കാൻ കഴിയും. എന്നാലും നാം അവിടെ ചിന്തിക്കുമ്പോൾ നമുക്കൊരു കാര്യം വ്യക്തമാണ്. ഈ വാഗ്ദത്തങ്ങൾ ദൈവം നമുക്ക് തരുമ്പോൾ ഈ ഭൂമി ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ പ്രതിസന്ധികൾ നിറഞ്ഞൊരു കാലഘട്ടമാണ്. പ്രതിസന്ധികൾ നിറഞ്ഞ കാലഘട്ടമാണെങ്കിലും ഇസ്രായേലിന് വാഗ്ദത്തം കൊടുത്ത വാഗ്ദത്തകാനിലേക്ക് പ്രവേശിപ്പാൻ പലവിധമായ തടസ്സങ്ങളും പ്രതികൂലങ്ങളും ഉണ്ടായിരുന്നിട്ടും അവിടെയെല്ലാം അവരെ മുമ്പോട്ട് നടക്കുവാൻ മുമ്പോട്ട് യാത്ര ചെയ്യുവാൻ ബലം നൽകിയത് ദൈവമാണ്, യഹോവയായ ദൈവമാണ്. സമയാസമയങ്ങളിൽ ദൈവം തന്റെ ദൂതനെ അയച്ച് അവർക്ക് വേണ്ടുന്ന സന്ദേശങ്ങളും അതിന് വേണ്ടുന്ന ശക്തിയും പകർന്നു കൊടുത്തിരുന്നതെന്ന് കാണാൻ കഴിയും. ഇതൊരു വാഗ്ദത്തമാണ്. ഈ വാഗ്ദത്തത്തെ കർത്താവ് നിങ്ങൾക്കും തരികയാണ്. ഹല്ലേലൂയ. ഈ വാഗ്ദത്തം നിങ്ങൾ ഏറ്റെടുക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പ്രതിസന്ധികളെ തരണം ചെയ്യാൻ കഴിയും. ഈ വചനത്തിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ആദ്യമായി നീ പോകുന്ന വഴിയിൽ നിന്നെ കാക്കും. നീ പോകുന്ന ഏതു വഴിയിലും കർത്താവ് നിന്നെ കാക്കും. ദുർഘടമായ വഴിയിലൂടെ നീ യാത്ര ചെയ്യുമ്പോൾ, പ്രതികൂലം നിറഞ്ഞ വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ, പ്രശ്നങ്ങളെ കൊണ്ട് നിറയപ്പെട്ട വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ, നിനക്ക് മുമ്പിൽ ശത്രു നിന്റെ മുമ്പിൽ വഴിയടയ്ക്കുമ്പോൾ കർത്താവ് പറയുകയാണ്, ഇതാ വഴിയിൽ നിന്നെ കാക്കേണ്ടതിന്. അതെ, ദൈവം നിന്നെ വഴിയിൽ കാക്കുമ്പോൾ ഒരു ശത്രുവിന് നിന്റെ മേൽ തൊടുവാൻ കഴിയില്ല. ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യമായി നാം മനസ്സിലാക്കാൻ, ഞാൻ നിയമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകും. അതെ, ദൈവം നിയമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നമ്മെ കൊണ്ടുപോകുമ്പോൾ അവിടെയും ദൈവിക ദൂതന്റെ സംരക്ഷണമുണ്ട്. ദൈവം നിയമിച്ച സ്ഥലത്തേക്ക് നാം യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനും തടസ്സങ്ങൾ കടന്നു വരാം. ആ തടസ്സങ്ങളെയും കർത്താവ് തന്നെ നീക്കിത്തരും. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഞാനൊരു ദൂതനെ നിന്റെ മുമ്പിൽ അയക്കുന്നു എന്നുള്ളതാണ്. ഈ വാഗ്ദത്തങ്ങളെല്ലാം സ്നേഹവാനായ കർത്താവ് നിങ്ങൾക്കും നൽകി ഉറപ്പ് തരികയാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ, നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ തകർന്ന് പതറി പോകരുത്. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്ന യേശുക്രിസ്തുവിനെ നിങ്ങൾ ആശ്രയം വെച്ചുകൊണ്ട് നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ നിന്നെ വഴിയിൽ കാക്കുന്ന ദൈവ സാന്നിധ്യം, നിന്നെ നിയമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്ന ദൈവ സാന്നിധ്യം മാത്രമല്ല, നിനക്ക് സദാസമയം ദൈവിക ദൂതന്റെ കാവൽ. ഹല്ലേലൂയ. അത് ഇന്ന് പകൽ ഈ വചനം കേൾക്കുന്ന ശ്രോതാവ്, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിനകത്ത് പലപ്പോഴും പല വെല്ലുവിളികൾ നേരിട്ടിട്ടില്ലേ? പല വെല്ലുവിളികൾ നീ തരണം ചെയ്തിട്ടില്ലേ? പല വെല്ലുവിളികൾക്ക് മുമ്പ് നീ പരാജയപ്പെട്ടു പോകും എന്ന് തോന്നിയ സാഹചര്യങ്ങളില്ലേ? അവിടെയെല്ലാം നിന്നെ മുമ്പോട്ട് നടത്തിയത് ദൈവ സാന്നിധ്യമാണ്. ഇസ്രായേലിനെ നടത്തിയ ഒരു ദൈവം ഇന്ന് പകൽ നിന്നെ നടത്താൻ ശക്തനാണ്. നീ കേരളത്തിലോ ഭാരതത്തിലോ വിദേശ രാജ്യത്തിലോ എവിടെങ്കിലും ആയിരിക്കട്ടെ, നീ കഷ്ടതയുടെ നടുവിലാണ് കടന്നു പോകുന്നെങ്കിൽ, പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുകയാണെങ്കിൽ അതിന്റെ നടുവിൽ ഒരു വിടുതൽ ദൈവം തരുവാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. അപ്പൊ ഈ വാഗ്ദത്തം ഉറപ്പ് തരികയാണ്. ഈ വാഗ്ദത്തങ്ങൾ ബലമായി പിടിച്ചുകൊണ്ട് വാഗ്ദത്തങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നിറവേറാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. കാലങ്ങൾ കഴിഞ്ഞു പോയാലും ദൈവത്തിന്റെ വാഗ്ദത്തത്തിന് മാറ്റമില്ല. മനുഷ്യൻ പറയുന്ന വാക്കല്ല ദൈവം പറയുന്നത്. ദൈവം പറഞ്ഞ വാക്കിന് ഒരിക്കലും മാറ്റമില്ല. അതുകൊണ്ടാണ് മാലാഖിയുടെ പുസ്തകം 3-6 വാക്യം വായിക്കുന്നത്, യഹോവയായി ഞാൻ മാറാത്തവൻ, അതുകൊണ്ട് യാക്കോബിന്റെ സന്തതികളെയും നിങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നു. അതെ, നമ്മുടെ ദൈവം വാക്ക് പറഞ്ഞാൽ മാറാത്തവനാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നാം യാത്ര ചെയ്യുമ്പോൾ കർത്താവിന്റെ വാഗ്ദത്തങ്ങളെ മുറുകെ പിടിക്കണം. ഹല്ലേലൂയ. ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ പിതാവ് ഹല്ലേലൂയ എന്നോട് കൂടെ ഉണ്ട് എന്ന് ചിന്തിക്കണം. നാം പ്രഭാതത്തിൽ എഴുന്നേറ്റ് ഏത് വഴിക്ക് യാത്ര ചെയ്താലും, പ്രത്യേകിച്ച്
കാലഘട്ടത്തിൽ 2 വീലിനും 3 വീലിനും 4 വീലും ഒക്കെ യാത്ര ചെയ്യുന്നു, ഹെവി വാഹനം ഓടിക്കുന്ന യാത്ര ചെയ്യും, കരയിലും കടലും ആകാശമാർക്കം യാത്ര ചെയ്യുന്നവരുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ നിങ്ങൾ പ്രഭാതത്തിൽ എഴുന്നേറ്റ് ദൈവസന്നിധി നിങ്ങളുടെ യാത്രയെ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കണം. ദൈവമേ, അങ്ങയുടെ ദൂതനെ ഞങ്ങൾക്ക് മുമ്പായി അയക്കണമേ, അങ്ങ് നിയമിച്ചിരിക്കുന്ന സ്ഥലത്ത് ഞങ്ങളെ എത്തിക്കണമേ, അങ്ങ് ഞങ്ങളെ വഴിയിൽ കാക്കുമാറാകണമെന്ന് ദൈവത്തോട് പറയുമ്പോൾ ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിനകത്ത് ദൈവത്തിന്റെ അത്ഭുതങ്ങൾ വെളിപ്പെടുക തന്നെ ചെയ്യും. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാ വഴികളിലും നിങ്ങൾ കർത്താവിനെ നനച്ചുകൊള്ളണം എന്ന വചനം പറഞ്ഞ് നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. ഹല്ലേലൂയ. നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി കർത്താവിന്റെ സന്നിധിക്ക് വരുമ്പോൾ കർത്താവ് നിങ്ങളുടെ അരികിലേക്ക് വരുന്നവനെ രക്തം ചെയ്യും. വിശ്വസിക്കുന്നെങ്കിൽ ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ കഴിയുമോ? നാമേ വീണ്ടും നാം ദൈവത്തിന്റെ വചനം വായിക്കാൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് 91 സങ്കീർത്തനം വായിക്കാൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 91 സങ്കീർത്തനം ഹല്ലേലൂയ, അതിന്റെ സ്തോത്രം 11-12 വാക്യങ്ങൾ വായിക്കും. ഇങ്ങനെയാണ്: നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് അവന്റെ ദൂതന്മാരോട് കൽപ്പിക്കും, നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവൻ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. ഈ വചനം അനേകരുടെ ജീവിതത്തിൽ അന്വർത്ഥമായ വചനമാണ്. ഹല്ലേലൂയ. വളരെ ഉയരത്തിൽ നിന്നും താഴെ വീണു പോകാം എന്ന് അവൻ തോന്നിയ സാഹചര്യങ്ങളിലെ പലപ്പോഴും നിന്റെ ജീവിതം തകർന്നു, പലപ്പോഴും ഇവിടെ വെച്ച് എല്ലാം അവസാനിച്ച് അധ്യായം അടഞ്ഞിനി മുമ്പോട്ട് ഒരു യാത്രയിലെ മുമ്പോട്ട് ഒരു വഴിയും എല്ലാം അസ്തമിച്ചു എന്ന് തോന്നി നിരാശപ്പെട്ട സമയമില്ലേ സഹോദര സഹോദരി? എന്നാൽ അവിടെ നിന്നിന്റെ മുമ്പോട്ട് നടത്തിയ ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, അല്ലേ, നിന്റെ എല്ലാ വഴികളും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കുമെന്ന്. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് നീ ജീവിതത്തിൽ തകർന്നു പോകരുത്, തളരുവാനല്ല ദൈവം നിന്നെ വിളിച്ചത്, പിന്നെയോ നിന്റെ യാത്രയിൽ നിന്നോട് കൂടെ ഇരിക്കുവാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. ഇവിടെ വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലായി തന്റെ ദൂതനെ ദൈവം എല്ലാ വഴിയിലും നമുക്ക് വേണ്ടി നിയമിച്ചയക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് ദൈവിക ദൂതന്റെ സംരക്ഷണം സദാസമയം ഒരു ദൈവത്തിന് ഉണ്ടെന്നുള്ളതാണ്. ഇസ്രായേൽ ജനങ്ങൾ മിസ്രൈം വിട്ട് കനാനിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അവർക്ക് മുമ്പായി നടന്ന ദൈവദൂതൻ അവർ കൺകുളിരെ കണ്ടു. ഇസ്രായേലിന്റെ സ്തോത്രം തുരത്തിക്കൊണ്ട് പിന്നിൽ നിന്ന് വന്ന മിസ്രൈം സൈന്യത്തിന് മുമ്പായി സ്തോത്രം ഇസ്രായേൽ ജനം യാത്ര ചെയ്യുമ്പോൾ ഹല്ലേലൂയ, ഇസ്രായേൽ ജനത്തോട് അടുക്കാതിരിക്കാൻ തക്ക നിലയിൽ ആ ജനത്തിന് കാവലും പരിപാലുമായി നിന്ന് ദൈവിക ദൂതന്മാരാണ്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുക നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, മിസ്രൈം സൈന്യം വന്നപ്പോൾ ഇസ്രായേലിന്റെ സൈന്യങ്ങൾക്ക് മുമ്പായി നടന്ന ദൈവദൂതൻ മാറി അവർക്ക് മുമ്പിലുണ്ടായിരുന്ന മേഘസ്തംഭവും മാറി അവർക്ക് പിറകിൽ പോയി എന്ന് കാണാൻ കഴിയും. മിസ്രൈമിന്റെ സൈന്യവും ഇസ്രായേലിന്റെ സൈന്യവും തമ്മിൽ അടുക്കാതെ വണ്ണം ആവിയുടെ മധ്യേ നിന്നുവെന്ന് പുറപ്പാട് പുസ്തകം 14:19 കാണും. അതേ യാത്രയിൽ ഹല്ലേലൂയ ഓരോ സമയത്തും ഒരാപത്തോ ഒരനർത്ഥോ ജീവഹാനിയോ വരാതിരിക്കത്തക്ക നിലയിൽ ദൈവം നമുക്ക് മുമ്പടെയും പിമ്പടയുമായി നമ്മോട് കൂടെയുണ്ട്. രക്തം ചെയ്യും. ഇന്ന് പകൽ ഈ വചനം കേൾക്കുന്ന ശ്രോതാവി, സഹോദര സഹോദരി, ദൈവം നിനക്ക് മുമ്പടെയും പിമ്പടയുമായുണ്ട്. നീ തളരുവാൻ, നീ തകരുവാൻ ദൈവം അനുവദിക്കത്തില്ല. നീ വീഴുവാൻ ദൈവം അനുവദിക്കത്തില്ല. എത്ര ഉയർച്ച നീ വീണാലും നിന്നെ കരങ്ങളിൽ താങ്ങുന്ന ഒരു ദൈവമുണ്ട്. ഒരുപക്ഷെ ജീവിതത്തിൽ മടുത്ത്, ബിസിനസ്സിൽ മടുത്ത്, ജോലിയിൽ മടുത്ത്, എല്ലാം നഷ്ടപ്പെട്ട് ഇനി എല്ലാം ഒന്നുമില്ല, എവിടെ വെച്ചെല്ലാം തീർന്ന് ക്ലോസ് ചെയ്തേക്കാം എന്നുള്ള ചിന്തയിലാണ് യാത്ര ചെയ്യുന്നെങ്കിലും ദൈവത്തിന് ഇതിനെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. അപ്പൊ നിങ്ങളുടെ യാത്രയിൽ കള്ളന്മാരോ ആപത്തുകളോ നാശകരമായ അനുഭവങ്ങളോ ദുഷ്ട ജന്തുക്കളുടെ പോരാട്ടങ്ങളോ കടന്നു വരുമ്പോൾ അവ നിങ്ങളെ തൊടാത്ത വിധത്തിൽ കർത്താവ് നിങ്ങളെ നടത്തിക്കൊണ്ടു പോകാൻ ശക്തനാണ് നിങ്ങളുടെ ഏത് വഴിയിലും. അതുകൊണ്ട് കൂരിൽ താഴ്ന്നു കൂടി നടന്നാലും ഞാൻ അനർത്ഥം ഭയപ്പെട്ടെങ്കിൽ ദാവീദ് പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. നിന്റെ ജീവിതത്തിന്റെ ഏത് മേഖലയും ദൈവ സാന്നിധ്യം ഉണ്ടാകും. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേശ്വർക്ക് പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വന്ന് സാജനത്തിന് മുമ്പും ദൈവത്തിന്റെ ദൂതൻ കാവലായിരുന്നു അവരെ വഴിയിൽ കാത്ത് കർത്താവി അവർ നിയമിച്ച സ്ഥലത്തേക്ക് അവരെ കൊണ്ടുപോകുവാൻ ദൈവദൂതന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു പോലെ ഈ കാലഘട്ടത്തിൽ കഷ്ടങ്ങളും പ്രയാസവും പ്രതിസന്ധി കടന്നു എല്ലാ ജനത്തെയും കാക്കണമേ. സകലത്തിന്മേലെ ദൈവനീതി വെളിപ്പെടണം, സകല മുഖത്ത് എടുക്കണം. യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ.